Thank you all. Please be seated. Now I invite Bishop Amma, who constantly extends love and support to all the high prospects of this institution, to deliver the presidential address. സ്നേഹം ബഹുമാനമുള്ള ഹരീന്ദ്രൻ MLA സർ, SMCSI കാരക്കുളം മെഡിക്കൽ കോളേജ് ഡയറക്ടർ ശ്രീ ബെനറ്റ് എബ്രഹാം സർ, മറ്റു വേദിയിലായിരിക്കുന്ന ഡോക്ടർമാർ, നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പൽസ്, ഇവിടെ ആഗതരായിരിക്കുന്ന ഫാക്കൽറ്റി മെമ്പേഴ്സ്, ഇന്ന് ലാമ്പ് ലൈറ്റിംഗ് സെറമണിയിലൂടെ ആതുര ശുശ്രൂഷയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ മധ്യേ കടന്നു വരുവാൻ ലാമ്പ് ലൈറ്റിംഗ് സെറമണിയുടെ ഭാഗമാകുവാൻ സർവശക്തനായ ദൈവം എന്നെയും കൂട്ടിച്ചേർന്നിരിക്കുന്ന ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അതോടൊപ്പം എന്നെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ച ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള ബെനറ്റ് സാറിനോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും കടപ്പാടും ഞാൻ ഈ സമയം അറിയിക്കട്ടെ. വളരെയധികം സന്തോഷത്തിന്റെ നിമിഷങ്ങളിലൂടെയാണ് ഇന്ന് ഡോക്ടർ സോമർവെൽ CSI മെഡിക്കൽ കോളേജിലെ ഓരോ അംഗങ്ങളും എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ജനറൽ നഴ്സിംഗിന്റെ BSc നഴ്സിംഗിന്റെ കുഞ്ഞുങ്ങൾ വളരെയധികം ഹൃദയത്തിൽ ആഹ്ലാദത്തിമർപ്പോടുകൂടി ഇന്ന് ഈ വേദിയിലായിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിന്റെ അഭിലാഷമാണ് ഒരു ആതുര ശുശ്രൂഷകയായി അല്ലെങ്കിൽ ശുശ്രൂഷകനായി മാറ്റപ്പെടണം. തങ്ങളിലൂടെ ദൈവത്തിന്റെ വെളിച്ചം അനേകരിലേക്ക് പ്രകാശിതമാക്കപ്പെടണം എന്നുള്ള ആ ഒരു വലിയ അഭിവാഞ്ചയോടുകൂടി പ്രിയ പൈതങ്ങൾ ആയിരിക്കുന്നു. അപ്രകാരം തന്നെ അവരുടെ മാതാപിതാക്കൾ, അവരുടെ ബന്ധുമിത്രാദികൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകർ, അതുമാത്രമല്ല അവരെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റി മെമ്പേഴ്സ് ആയിട്ടുള്ളവർ, അവരുടെ കുഞ്ഞുങ്ങൾ ഈ ഒരു ശുശ്രൂഷയിലൂടെ സമൂഹത്തിൽ അനുഗ്രഹീതമായ നേതൃത്വത്തിലേക്ക് കടന്നു വരുന്ന കാഴ്ചകൾ കാണുവാനായിട്ടും അവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല ശമര്യക്കാരനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ പാത പിന്തുടർന്ന് ആധുനിക നഴ്സിംഗ് പ്രസ്ഥാനത്തിന് അടിത്തറ പാകിയ, അതുമാത്രമല്ല ആഗോളതലത്തിൽ നഴ്സിംഗിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ച വിളക്കേന്തിയ വനിത എന്നറിയപ്പെടുന്ന ഫ്ലോറൻസ് നൈറ്റിംഗേൽ. ഇവിടെ ബഹുമാനപ്പെട്ട സാർ അതിനെ കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ആ ശ്രേഷ്ഠ വനിതയുടെ ജന്മദിനമാണ് മെയ് 12. അന്നേ ദിവസമാണ് നാം നഴ്സിംഗ് ദിനമായി ആചരിക്കുന്നത്. പക്ഷേ COVID-19 പ്രതിസന്ധികളും തുടർന്നുള്ള ആ ബുദ്ധിമുട്ടുകളും കാരണമാണ് ഇന്ന് നഴ്സിംഗ് സ്റ്റുഡൻസായ നിങ്ങൾക്ക് ആതുര ശുശ്രൂഷയുടെ അടുത്ത ഘട്ടമായ രോഗികളെ പരിപാലിക്കുന്നതിനായിട്ട് നിങ്ങൾ ഓരോ വ്യക്തി ജീവിതങ്ങളുടെയും അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് പുറപ്പെടുന്ന നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. 19ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ സാമൂഹിക വ്യവസ്ഥിതി നാം പരിശോധിക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടം. അതുമാത്രമല്ല, ആ കാലഘട്ടത്തിൽ സ്ത്രീകളെ 3ാം തര പൗരന്മാരാക്കി വളരെയധികം നികൃഷ്ടമായ രീതിയിൽ സമൂഹം കാണുന്ന അവരുടെ കാഴ്ചപ്പാടുകൾക്ക് തന്നെ വളരെ വ്യത്യാസമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ അവഗണിക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു. ആ സമൂഹത്തിന്റെ മധ്യയാണ്, അതായത് വളരെയധികം നിന്ദാപരവും അധപതിച്ച രീതിയിലുമുള്ള ഒരു ഉദ്യോഗമായി
നഴ്സിംഗ് ഉദ്യോഗത്തെ കണ്ടിരുന്ന കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിന്റെ വിവേചനങ്ങളെല്ലാം അതിജീവിച്ച് വെളിച്ചമായി ഉജ്ജ്വല ശോഭയോടെ പ്രകാശിച്ച ഇറ്റാലിയൻ വനിത ഫ്ലോറൻസ് നൈറ്റിംഗേൽ തന്റെ ശുശ്രൂഷയിലൂടെ ലോകം ആദരിക്കുന്ന ഒരു ധീരവനിതയായി മാറ്റപ്പെട്ടുവെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു വനിത എന്ന രീതിയിൽ തരത്തിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. ഇവിടെ ആയിരിക്കുന്ന നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ ഭൂരിഭാഗം പേരും എനിക്ക് തോന്നുന്നു 1% മാത്രമേ ആൺകുഞ്ഞുങ്ങളുള്ളൂ. അപ്പോൾ ധീരയായ വനിതയുടെ കാൽച്ചുവടുകളിലേക്ക് അവരുടെ കാൽച്ചുവടുകളെ നാം അനുഗമിച്ച് നമ്മുടെ ജീവിത പ്രയാണം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനേക്കാൾ ഉപരിയായി അന്നത്തെ കാലഘട്ടത്തിൽ യാതൊരു സാധ്യതയുമില്ലായിരുന്നു. ഇന്ന് 21-ാം നൂറ്റാണ്ടിലാണ്. 21-ാം നൂറ്റാണ്ടിൽ ആധുനികവൽക്കരിക്കപ്പെട്ട ഈ ലോകത്തിൽ അനേക സാധ്യതകളുടെ മധ്യയാണ് നാം ഇന്ന് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം പുറകിലേക്ക് പോകുന്നവരെല്ലാം മുന്നിലേക്ക് കുതിച്ചുയരുന്നവരായിട്ട് മാറ്റപ്പെടണം. നാം മനസ്സിലാക്കേണ്ടത് 1854 ക്രിമിയൻ യുദ്ധം പുറപ്പെട്ടപ്പോൾ ആ യുദ്ധത്തിന്റെ കെടുതികളിൽ മുറിവേറ്റപ്പെട്ട വളരെയധികം പുഴുവലിക്കുന്ന ദുർഗന്ധം വമിക്കുന്ന ആരും തിരിഞ്ഞു നോക്കുവാനായിട്ട് മനസ്സ് കാണിക്കാതെ ആരും ശുശ്രൂഷിക്കാനില്ലാതെ വളരെയധികം ശോചനീയമായിട്ടുള്ള അവസ്ഥയിലായിരുന്ന ഈ മുറിവേറ്റ പട്ടാളക്കാര് ധീരതയോടുകൂടി അവരുടെ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ താൻ പരിശീലിപ്പിച്ച നഴ്സിംഗ് വിദ്യാർത്ഥികളുമായിട്ട് കടന്നു വന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് യാതൊരുവിധ മാനമോ സ്ഥാനമോ പരിഗണനയോ ഇല്ലായിരുന്ന കാലഘട്ടമാണ്. ആ കാലത്തിൽ ധീരതയോടുകൂടി ആ നേതൃത്വം ഏറ്റെടുത്ത് അവർക്ക് ആഹാരം നൽകുവാൻ, അവർക്ക് മരുന്ന് നൽകുവാൻ, രാത്രിയിൽ വിളക്കിന്റെ വെളിച്ചമില്ലാതിരുന്ന സാഹചര്യത്തിലും അവർ വളരെയധികം ഞരക്കത്തോടെ വേദനയോടുകൂടി ഈ പട്ടാളക്കാരായിരുന്ന ആ ടെന്റുകളിലേക്ക് കടന്നു ചെന്ന് വിളക്കം കത്തിച്ചുകൊണ്ട് ഓരോരോ മുറിവേറ്റവരുടെ സമീപത്തേക്ക് കടന്നു ചെന്ന് അവർക്ക് എന്താണ് ആവശ്യം, അവർക്ക് വെള്ളമാണോ, ഭക്ഷണമാണോ, മരുന്നാണോ, വേദന സംഹാരികളാണോ, ഇതെല്ലാം തിരിച്ചറിഞ്ഞ് ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു അമ്മയെ പോലെ ശുശ്രൂഷിച്ച ധീരയായിട്ടുള്ള വനിത. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ശുശ്രൂഷ നാം ഏറ്റെടുത്ത് ഈ ലോകത്തിന്റെ അനുഗ്രഹത്തിനായി ആതുര ശുശ്രൂഷയുടെ മഹത്വം അനേകരിലേക്ക് എത്തിക്കുവാനായിട്ട് നാം പുറപ്പെടുമ്പോൾ അത് അഭിനന്ദനാർഹമാണ്. ആ ഒരു ശുശ്രൂഷയെ കുറിച്ച് നാം അതിൻ്റെ അന്തസത്ത നാം ഉൾക്കൊള്ളുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ പ്രാർത്ഥനയോടുകൂടി ശുഷ്കാന്തിയോടുകൂടി ശുശ്രൂഷ ഏറ്റെടുത്ത് നിർവഹിക്കുവാനായിട്ട് സാധ്യമായി തീരും. ഇവിടെ വായിച്ചു കേട്ട മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും. ഞാൻ ലോകത്തിന്റെ വെളിച്ചമെന്നാണ് ആദ്യം കർത്താവ് പ്രഖ്യാപിച്ചത്. തുടർന്ന് പറയുകയാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും. ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരും ലോകത്തിന്റെ വെളിച്ചമായി പ്രകാശിക്കുവാനായിട്ടാണ് കർത്താവ് എല്ലാവരെയും ആഹ്വാനം ചെയ്തത്. അന്ധകാരത്തെ അകറ്റി പ്രകാശം പരത്തുവാൻ ദീപം സ്വയം എരിഞ്ഞടങ്ങുന്ന ആ ഒരു ജീവിതമാണ് ഫ്ലോറൻസ് നൈറ്റിംഗേലിലൂടെ നാം മാതൃകയാക്കേണ്ടത്. നമുക്കറിയാം, നാം ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിരുന്നാൽ അത് ഉരുകി 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 അതിന്റെ അവസാന നാളം കെട്ട് പോകുന്നത് വരെയും അത് ഉരുകി 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 സ്വയം ത്യാഗമായി തീരുന്ന ആ അവസ്ഥ. അത് തന്നെയാണ് ആത്മസമർപ്പണത്തോടുകൂടി ആത്മത്യാഗത്തോടുകൂടി ഓരോ നഴ്സിംഗ് സ്റ്റുഡന്റും അവരുടെ ജീവിതയാത്രയിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു മാതൃക. വേദപുസ്തകത്തിലൊരു വാക്യം ഇപ്രകാരം പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അങ്ങനെ ഇരിക്കും, ചത്തുവെങ്കിലോ അധികം ഫലം കായ്ക്കും. അപ്പൊ നാം സ്വയം നമ്മെ തന്നെ ത്യജിച്ച്, നമുക്ക് കഷ്ടതകൾ കാണും, പ്രയാസങ്ങൾ കാണും, സാമ്പത്തിക ഞെരുക്കങ്ങൾ കാണും, രോഗങ്ങൾ കാണും, ശാരീരികമായിട്ടുള്ള വൈഷമ്യതകൾ, വളരെയധികം പ്രയാസങ്ങൾ കാണും, മാനസികമായിട്ടുള്ള വിഫലതകൾ കാണും. അതൊന്നുമല്ല നമ്മുടെ പ്രൊഫഷണൽ രംഗത്ത് നാം കാണിക്കേണ്ടത്. നാം എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതല്ല,
ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ, ദൈവമാണ് ശുശ്രൂഷയ്ക്കായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തുവെന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തുവെന്നാണ് യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ നിങ്ങളെ ദൈവം കണ്ടു. പിണ്ടാകാരമായിരുന്നപ്പോൾ ദൈവം നിങ്ങളെ കണ്ടു. നിങ്ങൾ ഓരോരുത്തരും വിളക്കേന്തിയ വനിതകളായി രൂപാന്തരപ്പെടണം എന്നുള്ളത് ദൈവത്തിന്റെ കാഴ്ചപ്പാടാണ്. അപ്രകാരം തന്നെ നിങ്ങളുടെ മാതാപിതാക്കൾ അവരുടെ ഇല്ലായ്മയിലും അവരുടെ കണ്ണുനീരിലും അവരുടെ വേദനയിലും രോഗത്തിന്റെ അനുഭവത്തിലും അവർ അതിനെല്ലാം മാറ്റിവെച്ച് മക്കളുടെ വിദ്യാഭ്യാസം, ഞങ്ങളുടെ കഷ്ടത ഞങ്ങളുടെ തലമുറയ്ക്ക് ഉണ്ടാകരുത്, ഞങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല, ഞങ്ങളുടെ തലമുറ വിദ്യാഭ്യാസ സമ്പന്നമായ ഒരു തലമുറയായി രൂപാന്തരപ്പെടണം. അതുകൊണ്ട് തന്നെ അവർ നിങ്ങൾക്ക് വേണ്ടി കഠിനമായിട്ട് പ്രാർത്ഥിച്ചു. രാവും പകലും അവരുടെ ജോലി സമയത്തും എല്ലാം നിങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങൾ ഒരു അനുഗ്രഹീതമായ തലത്തിലേക്ക് ഉയരുവാൻ ആ ഒരു രീതിയിൽ വളരെയധികം ഡെഡിക്കേഷനോടുകൂടി നിങ്ങളുടെ മാതാപിതാക്കൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് അവരുടെ പ്രാർത്ഥനയുടെ അനുഗ്രഹമാണ് ദൈവം നിങ്ങളെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് സമൂഹമാണ് നമ്മെ ഈ ഒരു തലത്തിലേക്ക് അനേകത പ്രാർത്ഥന, നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകർ, സ്കൂൾ തലം മുതൽ നിങ്ങളോടൊപ്പം കളിച്ച കൂട്ടുകാർ, മുതിർന്നപ്പോൾ നിങ്ങൾ സഭയിലുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ സൺഡേ സ്കൂളിലൂടെയും പാചക സഖ്യത്തിലൂടെയും യുവജന സഖ്യത്തിലൂടെയും എല്ലാം തന്നെ വളർന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കുവാനും സുവിശേഷത്തിന്റെ അന്തസത്ത ഉൾക്കൊള്ളുവാനും സുവിശേഷത്തിന്റെ മർമ്മങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനുമുള്ള അവസരങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭ്യമായി. അതുപോലെ തന്നെ നിങ്ങളുടെ അയൽവക്കം, എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള സഹായ സഹകരണങ്ങളാണ് ഇന്ന് നിങ്ങൾ ഈ ഒരു തരത്തിലേക്ക് ഈ വെള്ള കോട്ടുമൊക്കെ ധരിച്ച് ഇന്ന് മറ്റുള്ളവരുടെ മുമ്പേ അഭിമാനത്തോടു കൂടി ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം വന്ന വഴി മറന്നു പോകരുത്. ഞാൻ പലരെയും കാണുന്നതാണ്, പലരെയും കണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഒരു സ്ഥാനം കിട്ടുമ്പോൾ ഇന്നലെ വരെ ചിരിച്ചവരുടെ മുഖത്ത് നോക്കി ചിരിക്കില്ല. ഒരു പദവിയിലേക്ക് നാം ഉയർന്നു കഴിയുമ്പോൾ ഇന്നലെ വരെ സംസാരിച്ച വ്യക്തികളുടെ മുഖത്ത് പോലും നോക്കില്ല, പരിചയമില്ല. അടുത്ത് വന്ന് വിളിച്ചാൽ പോലും നിന്നെ എനിക്ക് അറിയില്ല. ഞാൻ ഒരുപാട് അനുഭവങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഞാനും അപ്രകാരം അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയേണ്ടത്, ആതുര ശുശ്രൂഷയ്ക്കായിട്ടാണ് ദൈവം നിങ്ങളെ കരം പിടിച്ച് ഈ ഒരു സ്ഥാനത്ത് കൊണ്ടെത്തിയിരിക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ വരുന്ന അനേക ജീവിതങ്ങൾ, ജീവിതത്തിന്റെ വളരെയധികം പ്രതിസന്ധിയിലൂടെയാണ് ഇന്ന് ലോകം കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് COVID-19 പ്രതിസന്ധി, ആ മാരക രോഗം കാരണം തന്നെ, ആ മാരക വൈറസ് കാരണം തന്നെ ഇന്ന് അനേകർ ജീവിത നൈരാശ്യത്തിലാണ്. അങ്ങനെ മാനസികവും ശാരീരികവുമായിട്ട് വളരെയധികം തളർത്തപ്പെട്ട അനേക കുടുംബങ്ങളിലെ വ്യക്തികളാണ് നിങ്ങളെ സമീപിക്കുന്നത്. അത് വിവിധ പ്രായത്തിലുള്ളവർ, അത് നിങ്ങളുടെ അമ്മയാകാം, പിതാവാകാം, സഹോദരനാകാം, സഹോദരിയാകാം. കുറച്ചുകൂടെ മുതിർന്നു കഴിയുമ്പോൾ അതൊരു മകളാകാം, മകനാകാം നിങ്ങളുടെ സമീപത്തേക്ക് കടന്നു വരുന്നത്. തീർച്ചയായിട്ടും അമ്മയെ പോലെ കരുതി, അപ്പനെ പോലെ കരുതി, സഹോദരനെ പോലെ, സഹോദരിയെ പോലെ, മകളെ പോലെ, മകനെ പോലെ കരുതി ആ രോഗികളെ പരിചരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയങ്ങൾ വെളിച്ചം പോലെ പ്രകാശിക്കും. ആ പ്രകാശം നിങ്ങളുടെ ശുശ്രൂഷയിലൂടെ ചുറ്റും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ആ വെളിച്ചം പകരുവാനായിട്ടും അവരും ആ വെളിച്ചത്തിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ചുകൊണ്ട് അനേകരുടെ മുൻപ് വെളിച്ചം പകരുന്ന വ്യക്തി ജീവിതങ്ങളാക്കി രൂപാന്തരപ്പെടുത്തുന്നതിനും സാധിക്കും. ഒരു വ്യക്തിയുടെ സാക്ഷ്യം മതി കൂടെയുള്ളവർ അത് അനുഗ്രഹിക്കപ്പെട്ടവരായി മാറ്റപ്പെടുവാൻ. അതുകൊണ്ട് തന്നെ പ്രിയ കുഞ്ഞുങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, ഏത് പ്രതിസന്ധിയിലും അതിനെ അതിജീവിക്കുവാനായിട്ടുള്ള കരുത്ത് നൽകുന്നത് ദൈവമാണ്. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സ്വയം സമർപ്പിക്കണം. പ്രാർത്ഥനയ്ക്ക് മുഖ്യ സ്ഥാനം നൽകണം. രാവിലെയും രാത്രിയും മാത്രമല്ല, നാം ഓരോ ശുശ്രൂഷ ചെയ്യുമ്പോഴും എപ്പോഴും ഉള്ളിൽ പ്രാർത്ഥനയായിരിക്കണം. ദൈവമേ, അവിടെ തന്നെ ഈ ശുശ്രൂഷ ഏൽപ്പിച്ചു, ഞാൻ അത് ഏറ്റവും മികവുള്ളതാക്കി അവിടത്തേക്ക് സമർപ്പിക്കുവാനായിട്ട് എന്നെ ദൈവമേ അവിടുന്ന് ശക്തീകരിക്കണമെന്ന് ഓരോ നിമിഷവും പ്രാർത്ഥിക്കണം.
ആ പ്രാർത്ഥനയിലൂടെയാണ്, ആ അത്ഭുതത്തിലൂടെയാണ് ദൈവം നിങ്ങളെ ഓരോ നിമിഷവും കരം പിടിച്ച് നടത്തേണ്ടത്. അപ്പൊ അപ്രകാരം നിങ്ങളെ ദൈവം നടത്തുമ്പോൾ അത് അനേകർക്ക് പുണ്യമുള്ള ജീവിതമാക്കി മാറ്റുന്നതിന് സാധിക്കും. ഇവിടെ വായിച്ചു കേട്ട വാക്യത്തിൽ തന്നെ പറയുന്ന അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ദൈവ സാന്നിധ്യത്തിന്റെ അടയാളങ്ങളായിട്ട് മാറ്റണം. നിങ്ങളെ കാണുന്നവർ ദൈവത്തെ കാണുന്നത് പോലെയാണ്. അതായത് കടന്നു വരുന്ന ഒരു രോഗി അന്വേഷിക്കണം, ഇന്ന നേഴ്സിനെയാണ് എനിക്ക് ആവശ്യം, ഇന്ന നേഴ്സിനെ എനിക്ക് വേണം. എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴും എന്നെ തലോടുമ്പോഴും എൻ്റെ സമീപത്തേക്ക് കടന്നു വരുമ്പോഴും എനിക്ക് മരുന്ന് നൽകുമ്പോഴും ഒക്കെ അവരുടെ ആ സ്നേഹം, അവരുടെ ആ പുഞ്ചിരി, അവരുടെ ആ നോട്ടം, അവരുടെ ഒരു സ്പർശനം, അതെല്ലാം എനിക്ക് വളരെ അനുഗ്രഹമാണ്. അതുകൊണ്ട് എനിക്ക് ഇന്ന ആളിനെ വേണമെന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് നിങ്ങളുടെ യശസ് ഉയർത്തേണ്ടത് അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കടമയാണ്. അപ്പോൾ അത്തരത്തിൽ നാം സമൂഹത്തിലായിരിക്കുമ്പോൾ നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ അനുസരണയോടെ, വിശ്വസ്തയോടുകൂടി, സത്യസന്ധമായി, കൃത്യനിഷ്ഠയോടുകൂടി അത് നിറവേറ്റേണ്ടതും അത് കാരണം ദൈവമാണ് നിങ്ങളെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചിരിക്കുന്നത് എന്നുള്ള ആ ഉത്തമ ബോധ്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അനുസരണവും കൃത്യനിഷ്ഠയും എല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത് വിളങ്ങി ശോഭിക്കുന്നതിന് ഇടയായിത്തീരും. ഈ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ വെല്ലുവിളികൾ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് തന്നെ അതൊരു വലിയ അനുഗ്രഹമാണ്. അപ്പോ വെല്ലുവിളികൾ ഏറ്റെടുത്ത് ഏത് കഷ്ടതയിൽ ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെയും സുഖപ്പെടുത്തുവാനായിട്ട്, സാന്ത്വനമേകുവാനായിട്ട് ഈ ആതുര ശുശ്രൂഷ നിങ്ങളിലൂടെ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട നഴ്സിംഗ് സ്റ്റുഡൻസ് അല്ല, ഇനി നഴ്സുമാരായിട്ട് ലോകം അറിയുന്ന, അതായത് ഇപ്പൊ ഇവിടെ വിളക്കേന്തിയ വനിതയായ ഫ്ലോറൻസ് നൈറ്റിംഗലിനെ ലോകം ആദരിക്കും പോലെ, ലോകം വാഴ്ത്തും പോലെ, പുകഴ്ത്തും പോലെ നിങ്ങളുടെ ഓരോ നാമങ്ങളും, നിങ്ങളുടെ പേരുകൾ പറഞ്ഞ് മറ്റുള്ളവർ നിങ്ങളെ പുകഴ്ത്തുന്ന ആ ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം. ഞാനിവിടെ കഴിഞ്ഞ ഏപ്രിൽ മാസം 19-ാം തീയതി ഇവിടെ കോവിഡായിട്ട് ഞാൻ അഡ്മിറ്റായി. എന്നെ ശുശ്രൂഷിച്ച നേഴ്സുമാർ, ഡോക്ടർമാരെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, കാരണം നമുക്ക് എപ്പോഴും അടുത്ത് കിട്ടുന്നത് നേഴ്സുമാരാണ്. എനിക്ക് വളരെ അഭിമാനം തോന്നി. നമ്മുടെ കാരക്കോണം മെഡിക്കൽ കോളേജ്, അതായത് ദക്ഷിണേന്ത്യ സഭയിൽ ഒരേ ഒരു മെഡിക്കൽ കോളേജേ ഉള്ളൂ, അതാണ് ഡോക്ടർ CSI മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജിൽ ഞാനിവിടെ അഡ്മിറ്റ് ആയപ്പോൾ എന്നെ പരിചരിച്ച നേഴ്സുമാർ, അവരുടെ സ്നേഹമയമായിട്ടുള്ള പെരുമാറ്റം, അവരുടെ ഇടപെടൽ, അത്രയും മതി ഒരു രോഗിക്ക് സൗഖ്യമുണ്ടാകുവാനായിട്ട്. ഞാൻ വളരെയധികം ശാരീരികവും മാനസികമായിട്ട് തളർക്കപ്പെട്ട അവസ്ഥയിലാണ് ഞാനിവിടെ അഡ്മിറ്റ് ആയത്. എനിക്ക് ഭയങ്കര സന്തോഷം. ഇവരൊക്കെ ഇങ്ങനെ വരുമ്പോൾ അവരുടെ ഓരോ ഇടപെടൽ, അവരുടെ ചലനങ്ങൾ പോലും നമുക്ക് സന്തോഷം ഉളവാക്കുന്നതാണ്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മുതിർന്ന ധാരാളം നേഴ്സുമാർ നിങ്ങളുടെ മാതൃകയാണ്. ആ മാതൃക നിങ്ങൾ ഏറ്റെടുക്കണം, അവരെ നിങ്ങൾ അനുകരിക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ ഫ്ലോറൻസ് നൈറ്റിംഗലിന്റെ ജീവിതം നിങ്ങൾക്ക് ഒരു തുറന്ന പുസ്തകമായി, ഒരു മാതൃകയായിട്ട് നിലനിൽക്കുമ്പോൾ ആ വെളിച്ചം കെട്ടുപോകാതെ അത് അനുഗ്രഹീതമായ രീതിയിൽ ശോഭിക്കുവാൻ, അന്ധകാരത്തെ മാറ്റി അത്ഭുത പ്രകാശം ആ ഒരു ഇടത്തേക്ക് ആവാഹിക്കുവാൻ നിങ്ങളുടെ ജീവിതങ്ങളെ ദൈവം ധന്യമാക്കട്ടെ. നിങ്ങളുടെ ശുശ്രൂഷകളെ ദൈവം മാനിക്കട്ടെ. അനുഗ്രഹീതമായ നഴ്സുമാരായി ഈ സമൂഹം ആദരിക്കുന്ന, ലോകം അറിയപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളായി രൂപാന്തരപ്പെടുവാൻ സർവശക്തനായ ദൈവം അവിടെ ആയിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അതിലേക്കായിട്ട് ആനയിക്കട്ടെ. അനേകം നന്മകളും അനുഗ്രഹങ്ങളും നൽകി ദൈവം ആശീർവദിക്കട്ടെ. നിങ്ങളുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കൾ അവർക്ക് വേണ്ടി അധ്വാനിച്ച് മാതാപിതാക്കളോട് ഞാൻ പ്രത്യേകിച്ച് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളെ ആതുര ശുശ്രൂഷയിലേക്ക് കടത്തിവിടുവാനായിട്ട് നിങ്ങൾ കാണിച്ച ആ മനസ്സിൽ ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. കുഞ്ഞുങ്ങളെ നിങ്ങൾ എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you, Vishwakama, for